റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 22. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം ഏത്? ഉത്തരം എലിമലേക്കും കുടുംബവും. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏത്? ഉത്തരം നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ എന്തുണ്ടായി എന്നാണ് റൂത്ത് 1:1 പറയുന്നത്? ഉത്തരം ക്ഷാമമുണ്ടായി. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാരുമൊത്ത് എവിടെയാണ് കുടിയേറി പാർത്തത്? ഉത്തരം മൊവാബ് ദേശത്ത്. എലിമലേക്കിന്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം നവോമി. എലിമലേക്കിന്റെയും നവോമിയുടെയും പുത്രന്മാരുടെ പേര് എന്താണ്? ഉത്തരം മഹ്ലോൻ, കിലിയോൻ. എലിമലേക്കും കുടുംബവും യൂദായിലെ ഒരു ബെത്ലഹേമിൽ നിന്നുള്ള ഏത് വർഗക്കാരായിരുന്നു? ഉത്തരം എഫ്രാത്യർ. എത്ര വർഷത്തോളമാണ് നവോമിയും കുടുംബവും മൊവാബിൽ താമസിച്ചത്? ഉത്തരം 10 വർഷം. നവോമിക്ക് ആരൊക്കെയാണ് നഷ്ടപ്പെട്ടത്? ഉത്തരം ഭർത്താവും പുത്രന്മാരും. കർത്താവ് തന്റെ ജനത്തിന് എന്ത് നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടാണ് നവോമി മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? ഉത്തരം ഭക്ഷണം. നവോമിയും മരുമക്കളും മൊവാബിൽ നിന്ന് തിരികെ പുറപ്പെട്ട് എവിടെ എത്തിയപ്പോഴാണ് മരുമക്കളോട് മാതൃഭവനങ്ങളിലേക്ക് തിരികെ പോകാൻ പറഞ്ഞത്? ഉത്തരം യൂദായിലേക്കുള്ള വഴിയിൽ. ആരോടൊക്കെ നിങ്ങൾ കരുണ കാണിച്ചു എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം മരിച്ചവരോടും നവോമിയോടും. ആര് നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം കർത്താവ്. എന്ത് ചെയ്യാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ. നവോമി മരുമക്കളെ ചുംബിച്ചപ്പോൾ അവർ എന്താണ് തിരികെ ചെയ്തത്? ഉത്തരം പൊട്ടിക്കരഞ്ഞു. ആരുടെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം കർത്താവിന്റെ കരം. ആരെ പ്രതിയും ഞാൻ വ്യസനിക്കേണ്ടി വരും എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം മരുമക്കളെ പ്രതി. ആരാണ് നവോമിയെ ചുംബിച്ച് വിട വാങ്ങിയത്? ഉത്തരം ഓർഫ. നിന്റെ സഹോദരി ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ എന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? ഉത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. എന്ത് എന്നോട് അമ്മ പറയരുത് എന്നാണ് റൂത്ത് നവോമിയോട് പറയുന്നത്? ഉത്തരം അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ. എവിടെ ഞാനും മരിച്ചടക്കപ്പെടും എന്നാണ് റൂത്ത് പറയുന്നത്? ഉത്തരം അമ്മ മരിക്കുന്നിടത്ത്. എന്ത് തന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും നൽകിക്കൊള്ളട്ടെ എന്നാണ് റൂത്ത് പറയുന്നത്? ഉത്തരം മരണം തന്നെ. എന്ത് കണ്ടാണ് നവോമി റൂത്തിനെ തിരികെ പോകാൻ നിർബന്ധിക്കാത്തത്? ഉത്തരം റൂത്ത് തന്നോട് കൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട്. നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയപ്പോൾ ആരാണ് അവരെ കണ്ട് വിസ്മയിച്ചത്? ഉത്തരം പട്ടണം മുഴുവൻ. നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയപ്പോൾ ആരാണ് ഇത് നവോമിയോ എന്ന് പരസ്പരം ചോദിച്ചത്? ഉത്തരം സ്ത്രീകൾ. തന്നെ നവോമി എന്നല്ല മറ്റ് എന്തെന്നാണ് വിളിക്കേണ്ടത് എന്നാണ് നവോമി സ്ത്രീകളോട് പറയുന്നത്? ഉത്തരം മാറ.
ആര് തന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത് എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം സർവശക്തൻ. എന്തിന്റെ കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് നവോമിയും റൂത്തും തിരികെ ബെത്ലഹേമിൽ എത്തിയത്? ഉത്തരം ബാർലി കൊയ്ത്ത്. 2-ാം അധ്യായത്തിനായി കാത്തിരിക്കുക. സർവശക്തൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.